നമസ്കാരം. ഇൻസിറ്റിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വ്രതപുണ്യം പൂത്തുലഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ. പുണ്യം വിതറി ഈദ് സന്ദേശം. വേലുപ്പാടം ജുമാ മസ്ജിദിൽ വിശ്വാസികളുടെ സംഗമം. മടവാക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ വാതക ചോർച്ചയുണ്ടായ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ തുടരുന്നു. ആശ്വാസത്തിന് വിട. സ്വർണവില വീണ്ടും മുകളിലേക്ക്. വിജയമുറപ്പിക്കാൻ LDF. കോടാലി മേഖലാ കൺവെൻഷൻ VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപതയുടെ മികച്ച ഗിൽഡ് അധ്യാപകൻ. പുരസ്കാര തിളക്കത്തിൽ ടോബി തോമസ്. വിശദമായ വാർത്തകളിലേക്ക്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്വർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ. മലപ്പുറം പരപ്പനങ്ങാടിയിൽ മാസപ്പിറ കണ്ടതോടെ ചെറിയ പെരുന്നാളാണെന്ന് ഖാസികൾ പ്രഖ്യാപിച്ചു. വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും നമസ്കാരം നടന്നു. ഈദ് നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വ്രതമെടുത്ത് രാപ്പകൽ പ്രാർത്ഥനകൾ മുഴുകി സ്രഷ്ടാവിനോട് കൂടുതൽ അടുത്ത് നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഹിജ്റ വർഷത്തിലെ 10ാം മാസമായ ശവ്വാലിലെ ആദ്യ ദിനമാണ് ചെറിയ പെരുന്നാൾ. റമദാൻ 29 പൂർത്തിയാക്കിയാണ് ഇത്തവണ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് എത്തിയത്. ഒരു മാസക്കാലം ആത്മനിയന്ത്രണവും ആത്മശുദ്ധിയും അഭ്യസിച്ച വിശ്വാസികൾക്ക് ഈദ് പുതിയ തുടക്കത്തിന്റെ പ്രതീകമാണ്. കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരുന്ന ദിനം കൂടിയാണിത്. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും മധുര പലഹാരങ്ങളും ഈദ് ആഘോഷത്തിന്റെ ഭാഗമാകും. ഗൾഫ് രാജ്യങ്ങളിലും ഇന്നായിരുന്നു പെരുന്നാൾ. സംഘർഷ പശ്ചാത്തലത്തിൽ ഗൾഫിൽ ഈദ്ഗാഹിനും പൊതുസ്ഥലത്തെ ഒത്തുചേരലുകൾക്കും വിലക്കുണ്ട്. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നാളെയാണ് ഈദുൽ ഫിത്തർ. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് വിട ചൊല്ലി വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. തൃശൂർ വേലുപ്പാടം ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഒരു മാസക്കാലത്തെ ആത്മീയ സമർപ്പണത്തിനു ശേഷം പുണ്യത്തിന്റെ പൂത്തിരി കത്തിയ ചെറിയ പെരുന്നാൾ ദിനത്തിൽ വേലുപ്പാടം ജുമാ മസ്ജിദ് തക്ബീർ ധ്വനികളാൽ മുഖരിതമായി. പുലർച്ചെ മുതൽ മസ്ജിദിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കായിരുന്നു. ഇഷ്ഹാഖ് യമാനി, അബ്ദുൾ അസീസ് മൗലവി, അബ്ദുള്ള മൗലവി എന്നിവർ പെരുന്നാൾ നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകി. വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത അച്ചടക്കവും കാരുണ്യവും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് പണ്ഡിതന്മാർ ഈദ് സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. നമസ്കാരത്തിനു ശേഷം പ്രത്യേക പ്രാർത്ഥനയിൽ ലോക സമാധാനത്തിനായും നാടിന്റെ നന്മയ്ക്കായും വിശ്വാസികൾ പ്രാർത്ഥിച്ചു. പള്ളി അങ്കണത്തിൽ നടന്ന സ്നേഹസംഗമത്തിൽ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ പരസ്പരം ആലിംഗനം ചെയ്തും ഹസ്തദാനം നൽകിയും സന്തോഷം പങ്കിട്ടു. സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും വലിയൊരു സന്ദേശം ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ട് വേലുപ്പാടത്തും ഈദ് ആഘോഷങ്ങൾ തുടരുകയാണ്. മടവാക്കരയിൽ വാതക ചോർച്ചയുണ്ടായ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ തുടരുന്നു. മടവാക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ വാതക ചോർച്ചയുണ്ടായ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ തുടരുന്നു. പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്ന പാചകവാതകം 12 കിലോമീറ്റർ അപ്പുറത്തേക്ക് തള്ളി നീക്കിക്കഴിഞ്ഞു. നെല്ലായി വയലൂരിലെ വാൽവ് തുറന്ന് വെള്ളം ഉയർന്ന മർദ്ദത്തിൽ പമ്പ് ചെയ്താണ് ഗ്യാസ് തള്ളി നീക്കിയിരുന്നത്. ഇത് വെള്ളിയാഴ്ച വെളുപ്പിന് പൂർത്തിയായി. ബുധനാഴ്ച രാവിലെ മണ്ണ് പരിശോധനയ്ക്കിടെ പൈപ്പ് മാറി തുളച്ചതിനെ തുടർന്നാണ് KSPPL പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. മണ്ണിൽ 8 മീറ്ററോളം താഴെയുള്ള വാതകം ഒഴിഞ്ഞ പൈപ്പ് ലൈനിൽ വെള്ളം നിറച്ച ശേഷമേ ചോർച്ച പരിഹരിക്കാൻ കഴിയൂ. ചോർച്ചയടച്ച് വാതക വിതരണം പുനരാരംഭിക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് KSPPL കമ്പനി അധികൃതർ പറയുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന വിലയിലാണ് ഇന്ന് മാറ്റമുണ്ടായിരിക്കുന്നത്. ഇന്ന് 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 13,835 രൂപ നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 60 രൂപയുടെ വർധനവുണ്ടായി. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,10,680 രൂപയായി. ഇന്നലത്തെ വിലയിൽ നിന്ന് 480 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് പ്രാദേശിക വിപണിയിലും പ്രതിഫലിച്ചത്. വരും ദിവസങ്ങളിലും വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026.
പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാമചന്ദ്രന്റെ വിജയത്തിനായി LDF കോടാലി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. CPI വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗം മോഹനൻ ചള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. LDF മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ PK കൃഷ്ണൻകുട്ടി, വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗം VS നിജിൽ, CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രാജൻ, പഞ്ചായത്ത് അംഗം റെനി നിജീഷ് എന്നിവർ പ്രസംഗിച്ചു. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി വിപുലമായ പ്രചരണ പരിപാടികളാണ് മേഖലയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വലിയ കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥതയിലുള്ളതാണ്, വലിയ സമ്പന്നരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. സമ്പന്നരുടെയും കോർപ്പറേറ്റുകളുടെയും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് വലതുപക്ഷ രാഷ്ട്രീയമാണ്, അത് പണക്കാരന്റെ രാഷ്ട്രീയമാണ്, അത് നാട്ടിലെ സാധാരണക്കാരന്റെ രാഷ്ട്രീയമല്ല. അതുകൊണ്ട് ഈ സാധാരണ മനുഷ്യർക്കടക്കം ഗുണം ലഭിക്കുന്ന ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് വലിയ പരിശ്രമം നടത്തുന്ന മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അവരാണ് നേരത്തെ പറഞ്ഞതുപോലെ ആര് ഭരിച്ചാലും കണക്കാണ്. അവരും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? കമ്മ്യൂണിസ്റ്റും കണക്ക്, കോൺഗ്രസും കണക്ക്, BJPയും ഒരു കണക്ക് എന്നൊക്കെ പറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ കൈമൈ മറന്ന ഉള്ള ദിവസങ്ങൾ നമ്മുടെ സഖാക്കളാകെ രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിനാവശ്യമായ രീതിയിൽ നമുക്ക് ഇതിൻ്റെ കമ്മിറ്റി രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നിലവിൽ നമ്മുടെ MLA ആണ്. KK രാമചന്ദ്രനാണ് സ്ഥാനാർത്ഥി എന്ന് നമുക്കറിയാം. കേരളത്തിൽ 10 വർഷമായി നമ്മുടെ ഈ പഞ്ചായത്തിൽ 4 മേഖലകളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തക കൺവെൻഷൻ യോഗങ്ങൾ നടക്കുന്നത്. ഇന്ന് തന്നെ 3 യോഗങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ സമയത്ത് 4 മേഖലകളിൽ ഒരു മേഖല ഇന്നലെ നടന്നു, ചെമ്പുചിറ മേഖല. ഈ കേരളം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അഭിമുഖീകരിച്ച നിരവധിയായ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ ഓഖി ചുഴലിക്കാറ്റ്, 2018 പ്രളയം, 2019 പ്രളയം, 2020 ലോകത്തുമാകെ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരി, നിപ്പ വൈറസിൻ്റെ ആക്രമണം, ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ കരൾ പിളർക്കുന്ന വലിയ ദുരന്തം, അങ്ങനെ സമാനതകളില്ലാത്ത വലിയ ദുരന്തങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയത്. തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്ന പുതുക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ പര്യടനം. മണ്ഡലത്തിലെ പ്രമുഖ ആരാധനാലയങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും സന്ദർശിച്ച് വിശ്വാസികളുടെ പിന്തുണ തേടിയാണ് ബാബുരാജിന്റെ വെള്ളിയാഴ്ചയിലെ വോട്ടഭ്യർത്ഥന. രാവിലെ വരന്തരപ്പള്ളി പൗണ്ട് മുസ്ലിം പള്ളിയിലാണ് സ്ഥാനാർത്ഥി ആദ്യമെത്തിയത്. വിശ്വാസികൾക്ക് ഈദ് ആശംസകൾ നേർന്നാണ് മടങ്ങിയത്. തുടർന്ന് ചെങ്ങാലൂർ നരശില ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവ കൊടിയേറ്റ ചടങ്ങുകളിലും ബാബുരാജ് പങ്കുചേർന്നു. ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൌസിലെത്തിയ KM ബാബുരാജ് രൂപത ബിഷപ്പ് പോളി കണ്ണൂക്കാടനുമായി കൂടിക്കാഴ്ച നടത്തി. സഭയുടെയും വിശ്വാസികളുടെയും പിന്തുണ തേടിയാണ് ബാബുരാജ് ബിഷപ്പ് ഹൌസിൽ നിന്ന് മടങ്ങിയത്. തൃശൂർ അതിരൂപതയുടെ 2025-26 അധ്യയന വർഷത്തെ മികച്ച ഗിൽഡ് അധ്യാപകനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടോബി തോമസ് ആണ് ഈ വർഷത്തെ മികച്ച അധ്യാപകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വിദ്യാഭ്യാസ മേഖലയിൽ നൽകിവരുന്ന മികച്ച സംഭാവനകളും ഗിൽഡ് പ്രവർത്തനങ്ങളിലെ സജീവമായ നേതൃത്വവുമാണ് ടോബി തോമസിനെ ഈ നേട്ടത്തിന് അർഹനാക്കിയത്. പുതുക്കാട് സെന്റ് ആന്റണീസ് സ്കൂളിന്റെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിലും കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു വരുന്നു. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. അച്ചടക്കം, സാമൂഹിക പ്രതിബദ്ധത, ആത്മീയ മൂല്യങ്ങൾ എന്നിവ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകുന്നതിൽ അദ്ദേഹം പുലർത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി പരിഗണിക്കപ്പെട്ടു. അവാർഡ് നേട്ടത്തിൽ ടോബി തോമസിനെ സ്കൂൾ മാനേജ്മെന്റും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും അഭിനന്ദിച്ചു. മണ്ണമ്പേട്ട വൈദ്യശാലയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച അപകടം, 2 യാത്രികർക്ക് പരിക്ക്. ചെങ്ങാലൂർ സ്വദേശി വിപിൻ, പള്ളിക്കുന്ന് സ്വദേശി പാലത്തിങ്കൽ ജുവിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കൊടകര ആലത്തൂർ ALP സ്കൂളിൽ UKG വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനിയും കോഴിക്കോട് ഫാറൂഖ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ TS ശാലുമോൾ കൺഫോമെന്റ് നിർവഹിച്ചു. അലങ്കരിച്ച വേദിയിൽ മനോഹരമായ ഗൌണും ക്യാപ്പും അണിഞ്ഞെത്തിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ചിത്രമാലേഖനം ചെയ്ത കാരിക്കേച്ചറും നൽകി. പ്രധാന അധ്യാപിക PM ജിൽസ കുട്ടികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് UKG കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. അധ്യാപകരായ TM ഷീബ, M സുധ, CG അനൂപ്, KT ഹൃദ്യുത്, MM ഗോവിന്ദ്, TR കൃഷ്ണപ്രിയ, KB ഐശ്വര്യ എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് SSLC +2 ഡിഗ്രി പാസ്സായവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് 7994926081 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,655 രൂപ, പവന് 1,09,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതപുണ്യം പൂത്തുലഞ്ഞു, സംസ്ഥാനത്തിന്ന് ചെറിയ പെരുന്നാൾ. പുണ്യം വിതറി ഈദ് സന്ദേശം, വേലുപ്പാടം ജുമാ മസ്ജിദിൽ വിശ്വാസികളുടെ സംഗമം. മടവാക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ വാതക ചോർച്ചയുണ്ടായ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ തുടരുന്നു. ആശ്വാസത്തിന് വിട, സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക്. വിജയമുറപ്പിക്കാൻ LDF, കോടാലി മേഖലാ കൺവെൻഷൻ VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപതയുടെ മികച്ച ഗിൽഡ് അധ്യാപകൻ, പുരസ്കാര തിളക്കത്തിൽ ടോബി തോമസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.